ഇത്തരം 20,000 30,000 നക്ഷത്രങ്ങളടങ്ങിയ ഒരു ഗാലക്സി മിൽക്കി വേൻ്റെ അകത്താണ് നമ്മൾ ഇരിക്കുന്നത്. ഈ ഗാലക്സികൾ രൂപപ്പെടാനുണ്ടായിട്ടുള്ള കാരണത്തെക്കുറിച്ച് സയൻറ്റിഫിക്കായിട്ടുള്ള നിരീക്ഷണങ്ങളും ഗവേഷണങ്ങളിലൂടെയൊക്കെ 1352 കോടി വർഷങ്ങൾക്ക് മുമ്പുള്ളത് പൊട്ടിത്തെറി എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ പൊട്ടിത്തെറിക്ക് സാധനം എന്ത്, ഈ പൊട്ടിത്തെറി സാധനം എന്തായിരുന്നു, അതിനെക്കുറിച്ചിട്ടൊക്കെ വീണ്ടും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്തരം ശാസ്ത്രീയമായ ഗവേഷണങ്ങളൊക്കെ തുടങ്ങിയത് ഈ ആധുനിക കറണ്ട് വൈദ്യുതിയുടെ കണ്ടെത്തലും അത് എക്യുപ്മെന്റ്സ്, അല്ലാതെ ഗലീലിയോയുടെ കാലത്തൊക്കെ ഇത് ചെറിയ ലെൻസ് വെച്ച് നോക്കി സൗരയൂഥത്തിലെ ഏതാണ്ട് ഗ്രഹങ്ങൾ മാത്രമേ കാണാവൂ. ഇന്ന് പ്രപഞ്ചത്തിൻ്റെ ഏത് കോണിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും കോടിക്കണക്കിന് ഗാലക്സികളാണ് ഈ മിൽക്കി വേ പോലെയുള്ള. ഈ മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സി തന്നെ ഒരു അറ്റത്തുനിന്ന് ഒരു അറ്റത്തേക്ക് നമ്മൾ ഫോൺ ചെയ്യുകയാണെങ്കിൽ അത് പ്രകാശം സഞ്ചരിക്കുക ഈ നമ്മുടെ ഈ വേവ്സിലൂടെയാണ്, ഫോൺ റേഡിയോ വേവ്സിലൂടെ, റേഡിയോ അല്ല, ഈ പ്രകാശ വേഗതയിലാണ്. ഈ 1,00,000 പ്രകാശവർഷം, അതായത് നമ്മൾ ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗാലക്സിയുടെ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തിലേക്ക് എത്തണമെങ്കിൽ 1,00,000 വർഷം സഞ്ചരിക്കണം. അപ്പോൾ അതിൻ്റെ വ്യാപ്തി അതിൽ ഈ ഗാലക്സിനകത്ത് 20,000 കോടി പരം നക്ഷത്രങ്ങളുണ്ട്. അതിൽ കൊച്ചു നക്ഷത്രമാണ് നമ്മുടെ സൂര്യൻ. അതിൻ്റെ 250 മടങ്ങൊക്കെയുള്ള നക്ഷത്രങ്ങൾ ഈ ഗാലക്സിനകത്തുണ്ട്. മനസ്സിലാക്കണം. അപ്പോൾ ഇതിനെ ചുറ്റുന്ന ഒരു കൊച്ചു ഗ്രഹം, അതിന് വെറും 12,752 കിലോമീറ്റർ വ്യാസമുള്ള ഈ ഭൂമി, അതിനകത്തുള്ള 6-7 ഭൂഖണ്ഡങ്ങൾ. ഇതാണ് നമ്മളെ സംബന്ധിച്ച് പ്രപഞ്ചം. ആകാശം വേറെ ഇങ്ങനെ ഈ സർക്കസ് ടെന്റ് പോലെ നീല ജൈവകൻ പറ്റിച്ചു വെച്ചിട്ടുള്ള നക്ഷത്രങ്ങളെ ആണ് അലങ്കരിച്ചു വെച്ചതെന്നൊക്കെയാണ് നമ്മുടെ പൂർവികരെ തെറ്റിദ്ധരിച്ചത്. അതുപോലെ അവരുടെ വിശ്വാസ ഗ്രന്ഥങ്ങളിലൊക്കെ അത് എഴുതിയും വെച്ചു. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിന് നമ്മൾ കാണുന്ന ഭൂമി തുടക്കത്തിൽ തന്നെ ഇതേപോലെ കല്ലും മണ്ണും ഒന്നുമില്ല, ഇത് തളച്ചു മറിയുന്ന ഒരു അവസ്ഥയിൽ. കാരണം ഈ രണ്ട് ഇതുണ്ട്. ഒന്ന്, നമ്മുടെ സൂര്യൻ ഇതിനെക്കാട്ടി കുറച്ച് വലിയ നക്ഷത്രമായിരുന്നെന്നും അതിൻ്റെ പുറംപാളി ഇതിൻ്റെ മർദ്ദം കാരണം പൊളിഞ്ഞ് ചെറിയ പ്ലേസിലേക്ക് തെറിച്ചു പോയി, അവശിഷ്ടങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ്. ഇതെല്ലാം തന്നെ ഈ ഗുരുത്വാകർഷണം, ബാക്കി വരുന്ന സൂര്യപിണ്ഡം എന്ത് സംഭവിച്ചു, ഈ ഗുരുത്വാകർഷണത്തിന്റെ വലയത്തിൽ നിന്ന് ഇവരെ രക്ഷപ്പെടാൻ സമ്മതിച്ചില്ല. തകർന്നു പോയ പിന്നെ അവശിഷ്ടങ്ങളെ അതെല്ലാം തന്നെ ഇതിനെ പിടിച്ചിട്ട് ഇതിന്റെ റൊട്ടേഷനിൽ ഇതിന് ചുറ്റും കറങ്ങി ഇങ്ങനെ ഉരുണ്ടിങ്ങനെ ഈ പൊറാട്ട ഗോളങ്ങൾ പോലെ ബുധൻ, ശുക്രൻ, ഭൂമി അത് ഇപ്പോഴത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം പ്രപഞ്ചം ഉണ്ടായിട്ട് 1382 കോടി വർഷം എന്ന് പറഞ്ഞല്ലോ. ഈ ബിഗ് ബാങ്ങിന്റെ പ്രായം അങ്ങനെയാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. നമുക്ക് കിട്ടിയ അറിവ് വെച്ചിട്ടാണ് കേട്ടോ. ഇപ്പൊ ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ള അറിവുകൾ വെച്ചിട്ടാണ് ഒരു കാൽക്കുലേഷനാണ്, ഏകദേശ കാൽക്കുലേഷനാണ്. പക്ഷെ ഭൂമി അത് കഴിഞ്ഞിട്ട് സൂര്യൻ അടങ്ങുന്ന ഈ സ്റ്റാർ രൂപപ്പെടുന്നത് 500 കോടി വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ 500 കോടി വർഷം കത്താനുള്ള ഹൈഡ്രജൻ ഹീലിയായി മാറിക്കൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ് അതിനകത്ത് നടക്കുന്നത്, അതിൻ്റെ കോറിൽ. അപ്പോൾ അത് കത്തിത്തീരാൻ ഇനിയൊരു 500 വർഷം വരും ശരാശരി. വലിയ നക്ഷത്രങ്ങൾക്ക്, മാസ് കൂടിയ നക്ഷത്രങ്ങൾക്ക് പെട്ടെന്ന് മൃതിയടയും. ചെറിയ നക്ഷത്രങ്ങൾ 1000 കോടി വർഷം ഒക്കെ, അതിൽ 500 കോടി പിന്നിട്ട് കഴിഞ്ഞു. ഇനി അതിൻ്റെ പരിണാമം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ലൈവായിട്ട്. പല നക്ഷത്രങ്ങളിലും സംഭവിക്കുന്നതായിരിക്കും നമുക്ക് സംഭവിക്കാൻ ഊഹിക്കുകയാണ്. കാരണം ഇന്ന് പൊട്ടിത്തെറിക്കുന്ന സ്റ്റാറുകൾ, പിന്നെ അത് വെള്ളക്കുള്ളൻ, പല ആസ്ട്രോണമി പഠിച്ച വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ അറിയാം. അതിൻ്റെ മൈന്യൂട്ട് കാര്യങ്ങൾക്കൊന്നും ഞാൻ പോകുന്നില്ല, കാരണം ഇതൊരു ആസ്ട്രോണമി ക്ലാസ് അല്ല. അതെ അതെ. അപ്പോൾ ഇങ്ങനെ 500 കോടി വർഷം കൂടി കത്താല ഹൈഡ്രജൻ ഹീലിയ ആയി മാറുന്ന പ്രോസസ്സിനുള്ള മരുന്ന് ഈ നമ്മുടെ മാതൃനക്ഷത്രമായ സൂര്യനിലുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കറങ്ങി വന്ന് പിന്നെ ഈ ജീവൻ ഇത് ആദ്യം ശരിക്കും തളച്ചു മറിയുന്ന അവസ്ഥയിലൊക്കെ ആയിരുന്നു ഈ ഭൂമി. അതുകൊണ്ടാണ് ആ രൂപത്തിലുണ്ടായ ശിലകളാണ് ഈ പാറകൾ, നമ്മുടെ ഭൂമിയുടെ അടിയിലെ പാറകളൊക്കെ അന്ന്. അതുപോലെ തന്നെ ഈ പൊട്ടിപ്പൊളിഞ്ഞതിൽ കുറെ കൽക്കഷങ്ങളൊക്കെ വന്നിട്ട് ഇടിച്ച് ഇതായി. അങ്ങനെ ഇത് ജീവപര 50 കോടി വർഷം, അപ്പം 450 ഈ സൂര്യൻ രൂപപ്പെട്ടിട്ട് അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചിട്ടോ, അല്ലെങ്കിൽ പിന്നെ സൂര്യൻ പിന്നെ അതുപോലെ ഈ നബൂലക്കകത്ത് രൂപപ്പെട്ടു എന്നൊരു തിയറി ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അറിയില്ല, അത് എങ്ങനെയാ ആവാം.
അത് ഏതാണ് ഇനിയും ചില പരീക്ഷണങ്ങളിൽ നമുക്ക് കിട്ടുന്ന എവിഡൻസിനനുസരിക്കും അത് പൊട്ടിത്തെറിച്ചതായിരുന്നോ എന്നും അല്ലെങ്കിൽ ഇത് സ്വയം രൂപപ്പെട്ടിട്ട് ഇതേമാതിരി ഗാലക്സിനകത്ത് മാസ് സ്വീകരിച്ചുകൊണ്ട് രൂപപ്പെട്ടതാണ് ആവാം എന്നുള്ള ഒക്കെ നിഗമനങ്ങളാണ്. എന്നിരുന്നാലും 50 കോടി കൊല്ലം ഈ സൂര്യന്റെ ഈ പൊട്ടിത്തെറിക്കോ അല്ലെങ്കിൽ രൂപീകരണത്തിനോ ശേഷം 50 കോടി വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഭൂമി എന്ന് പറയുന്ന ഗ്രഹണ്ടാണ്. ആ സമയത്ത് തിളച്ചു മറിഞ്ഞ അവസ്ഥയിലായിരുന്നു. ഈ തിളച്ചു മറിയുന്ന അവസ്ഥയിൽ നിങ്ങൾക്കറിയാം, തിളച്ചു മറിയുന്ന ആവികളും വാതകങ്ങളൊക്കെ പുറത്തു വരും. ഇതെല്ലാം തന്നെ ഈ ഭൂമിയുടെ ചുറ്റുപാടിൽ പുറത്തു പോകാൻ കഴിയില്ല. ബേസിക് ഈ വാതകങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഭൂമി അതിനെ പിടിക്കാൻ അന്തരീക്ഷം എന്നിട്ടുള്ളത് ഒരു പുതപ്പ് ഭൂമിയിലോ ഈ അന്തരീക്ഷത്തിൽ നിന്ന് ആദ്യമായിട്ട് പിന്നെ മഴ വർദ്ധിക്കാൻ തുടങ്ങി. ഈ നീരാവികളോ ഘനീകരിച്ച് ആ നീരാവി ഒരു കെമിക്കൽ മഴ എന്നത്. ഈ കെമിക്കൽ മഴ ഭൂമിയിൽ വീഴുകയും ഈ താഴ്ന്ന പ്രദേശത്തേക്ക് ഇത് എല്ലാം ഒലിച്ചിറങ്ങി ഇത് കടലുകൾ രൂപപ്പെടുന്നത്. ഇനി ഈ പ്രോസസ്സ് തുടർന്നുകൊണ്ടേയിരുന്നു. എന്ത് സംഭവിച്ചു? ഈ കെമിക്കൽ റിയാക്ഷനിൽ ഈ ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം വരുന്നു, ഉപഗ്രഹം വരുന്നു. അവരുടെ ഈ ആകർഷണ സൂര്യന് വിരുദ്ധമായി ഈ കടലിലുണ്ടാകുന്ന വേലിയേറ്റങ്ങൾ വേലിയിറക്കങ്ങളിലൊക്കെ തന്നെ ഈ കെമിക്കൽ മിശ്രിതങ്ങൾ ഇട ചേർന്നുകൊണ്ടായി അത് ഒരു ചെറിയ ഏകകോശ ജീവി എന്ന് പറഞ്ഞൊരു കെമിക്കൽ ബയോളജിക്കൽ രൂപത്തിൽ പരിണമിച്ചു. അങ്ങനെ ഈ ഏകകോശ ജീവി അതായത് പരിണാമത്തിലൂടെ എവല്യൂഷനിലൂടെ വികസിച്ച് ബഹുകോശ ജീവികളായിട്ട് ജീവവർഗങ്ങൾ ഭൂമിയിലൂടെ കണ്ടിട്ടുള്ളത്. അത് 50 കോടി വർഷം, അതായത് 400 കോടി വർഷങ്ങൾക്ക് ഇടയിൽ എപ്പോഴോ ഇങ്ങനെ ഒരു കെമിക്കൽ റിയാക്ഷനുമായ അങ്ങനെ അത് ജീവികൾ കടലിൽ രൂപപ്പെട്ടിട്ട് കരക്ക് മൾട്ടി സിസ്റ്റം. ഇപ്പോൾ തവള നീർക്കൂലിയൊക്കെ കണ്ടിട്ടോ, വെള്ളത്തിലും മുതല നീർനായ, അവർക്ക് വെള്ളവും ജലത്തിലും കരയിലും എക്സ്പെർട്ടാണ്. അതെന്ത് സംഭവിക്കുന്നത്? ഇവർ ആദ്യം കടലിലായിരുന്നു, ഇനി ഒരു കര ഇപ്പം ചീങ്കണ്ണിയൊക്കെ നിങ്ങൾക്ക് അറിയാം, നീർക്കോലി തവളയൊക്കെ വെള്ളത്തിലും എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഈ രൂപത്തിൽ കരക്ക് കയറിയ ചില ജീവികൾ വെള്ളത്തിനോട് വിട പറഞ്ഞിട്ട് അവരിങ്ങനെ ഭൂമിയുടെ അന്നം തേടി. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഈ പിന്നെ ഡിവോണിയൻ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാലഘട്ടം പറയുന്നുണ്ട്. അത് ഈ പരിണാമ വിദഗ്ധന്മാരോട് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ അതിനോട് എഴുതിയിട്ട് ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് മാർക്കറ്റിൽ വായിക്കാൻ കിട്ടും, ലൈബ്രറികൾ കിട്ടും. അപ്പോൾ അത് വായിച്ചിട്ട് ഈ ജീവ പരിണാമം എങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അങ്ങനെ ഈ ജീവിവർഗം അവർ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ എണ്ണ ചേരുക, ഇങ്ങനെ ആയിട്ട് ഇത് പെറ്റി വരികയാണ് പീസസ്. ആ സമയത്ത് അത്തരം ഒരു ജീവി വർഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു മനുഷ്യന്റെ പൂർവികന്. അത് ആദ്യം ചെറിയ ഏകകോശ ജീവി തുടങ്ങി ഇങ്ങനെ വന്ന് അത് കടലിലൂടെയൊക്കെ നീന്തി കളിച്ചൊരു ഒരു പ്രാകൃത മത്സ്യരൂപത്തിലൊക്കെ അവതാരം കുറെ കാലം നിന്നുണ്ട്. അങ്ങനെ ഈ 23 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ ഡിനോസർ ജുറാസിക് കാലഘട്ടം വരുമ്പോൾ ഒരു പെരിച്ചായി രൂപത്തിൽ ഇയാളുണ്ട് നമ്മുടെ വലിയച്ഛൻ. ഉരുക്ക വന്ന് ആകെ ഭൗമാന്തരീക്ഷമൊക്കെ കരിഞ്ഞ് കത്തിക്കരിഞ്ഞ അവസ്ഥ വന്നു. വീണ്ടും ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടാതെ ദിനോസറുകളൊക്കെ പരക്കം പാഞ്ഞ് ഈ ഗോളങ്ങളും അഗ്നിസ്ഫുലിംഗങ്ങളുടെ അടിയിൽ അവരെ അതിജീവനം നഷ്ടപ്പെടും. നമ്മളെ പൂർവികരും മാളുണ്ടാക്കിയതിൻ്റെ ഉള്ളിൽ പോയി ഇരുന്നു. അതുകൊണ്ട് കുറേ എണ്ണം കരിഞ്ഞു പോയിട്ടുണ്ടാവും. അത് രക്ഷപ്പെട്ടവൻ്റെ പിന്മുറക്കാർ വീണ്ടും മാനവരാശി എന്ന് പറയുന്ന ഈ പിന്നെ ആസ്ട്രോപിത്തക്കേസ് എന്നൊക്കെ പറഞ്ഞ കുട്ടികൾ സ്കൂൾ പഠിച്ചിട്ട് കാണും നിങ്ങൾ. ഈ ആൻഡർത്താൽ ആസ്ട്രോപിത്തക്കേസ് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ കുറേ ടീമുണ്ട്. ഇങ്ങനെ അതെ പിന്നെ നമ്മുടെ യൂട്യൂബിൽ നിന്ന് കണ്ടിട്ടില്ല ലൂസി പിത്തക്കേസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ജാവ മനുഷ്യൻ ഉണ്ട് അതിനകത്ത് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഏകദേശം ഒരു 3 ലക്ഷം വർഷം എത്തിപ്പെട്ടു. അങ്ങനെ ആ സമയത്ത് നമുക്ക് വീണ്ടും നമ്മുടെ കെമിക്കൽ ഭൗതിക ഇതെങ്ങനെ പരിണാമം സംഭവിക്കുന്ന വെച്ചാൽ ഒന്നുകിൽ പ്രകൃതിയിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ വേണം, ഒരു മ്യൂട്ടേഷൻ, ജീൻ മ്യൂട്ടേഷൻ. അത് ജനിതശാസ്ത്രം പഠിച്ചവർക്കറിയാം എങ്ങനെയാണ് പരിണാമം സംഭവിക്കുക ജീവിക്ക് എന്നുള്ളത്. ഇപ്പോൾ ആധുനിക ഈ DNA എവല്യൂഷൻസ് അത് പഠിച്ചാൽ മനസ്സിലാവും. അങ്ങനെ 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഹോമോസാപ്പിയൻ എന്ന് പറയുന്ന ഈ ഘട്ടം നമ്മുടെ ആധുനിക മനുഷ്യനായി വരുന്നു.
അപ്പോഴും അവൻ വേട്ടയാടി നായാടി അലഞ്ഞു തിരിഞ്ഞും ഒരു സ്ഥലത്ത് സ്ഥിരതാമസമില്ല. കാരണം ഒരു സ്ഥലത്ത് സ്ഥിരതാമസം ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അവരുടെ ആ ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആയിരിക്കും, സ്ത്രീകളും കുട്ടികളും അടങ്ങിയിട്ടുള്ള സംഘം. ഇവരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഈ ആഫ്രിക്കയിലെ എങ്ങാണ്ടാണ് എത്യോപ്യ, ടാൻസാനിയ, കെനിയ, മൊസാംബിക്ക് ഈ ഭാഗത്താണ് ഇവർ ആദ്യം പ്രശ്നപ്പെട്ടത്. അങ്ങനെ അവർ അന്ന് ഭൂഖണ്ഡങ്ങൾ ഈ കടലും ഇത്ര ഹൈറ്റ് വന്നിട്ടില്ല, 400 അടി താഴ്ച. അതുകൊണ്ട് എല്ലാ ഭൂഖണ്ഡത്തിലും നടന്നെത്താൻ പറ്റുന്ന ഒരു ഇതായിരുന്നു. അങ്ങനെ ഇവര് ഓരോ സംഘങ്ങളായി അങ്ങനെ പരസ്പരം പോരാടിച്ചും മറ്റ് സംഘങ്ങളിൽ ഏറ്റുമുട്ടിയും മൃഗങ്ങളോടും കാട്ടുമൃഗങ്ങളോടും പോരാടിക്കൊണ്ട് ഇവരെ ഈ ഭൂമിയിലാകെ വ്യാപിക്കുകയും ഈ കറുത്ത കളറുള്ള ഈ ആഫ്രിക്കൻ ഈ നെഗ്രിറ്റോ വംശത്തിൽപ്പെട്ട ആളുകൾ തന്നെ ഈ സൂര്യപ്രകാശം കിട്ടാത്ത ഉത്തര ധ്രുവം പോലുള്ള ഏരിയയിലേക്ക് എത്തിയതൊക്കെ അവിടെ വീണ്ടും പരിണമിച്ച് അവർ വെളുത്ത മനുഷ്യന്മാരാവുകയും ഭൂമധ്യരേഖ പ്രദേശത്തിന് നേരത്തായുള്ള രാജ്യങ്ങൾ ആ കറുത്തവരും ഇങ്ങനെ മനുഷ്യൻ പിന്നെ പല മംഗോളോയിഡുകൾ, ആസ്ട്രലോ ഇത് ഈ നെഗ്രിറ്റോ ഒക്കെ പറഞ്ഞിട്ട് കുറേ എണ്ണുണ്ട്, യൂറോപ്പേര്, ഇങ്ങനെയൊക്കെയുള്ള നരവംശാസ്ത്രത്തിനകത്ത് കറക്റ്റ് അത് നിങ്ങൾ വാച്ച് ചെയ്തത്. അപ്പം അങ്ങനെ ഇവർ ഇടയടി ഇങ്ങനെ കുറേ ടീം എന്ത് സംഭവിച്ചു വെച്ചാൽ നമ്മുടെ ഇന്നത്തെ ഇറാൻ, ഇറാഖ് തുടങ്ങി അതിൻ്റെ ഇടയിലുള്ള ഒരു സാർഗോസ് പർവ്വതനിരകളാണ് അതിൻ്റെ മുകളിലെത്തി. അതിൽ കുറച്ച് ആളുകൾക്ക് ഈ ബ്രെയിൻ ഒന്ന് എന്താ പറയുക വികസിച്ച് വന്നപ്പോൾ ഈ കായ്ക്കനികളും മറ്റൊക്കെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കൃഷി അതിൻ്റെ വിത്തുനിന്ന് തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിച്ച് ഒരു സ്ഥലത്ത് നമുക്ക് സെറ്റാക്കാം എന്ന് മനസ്സിലാക്കി ഇവർ അതിൻ്റെ താഴെ ഈ സാർഗോസ് പർവ്വതനിരയിൽ താഴെയുള്ള യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീ തടങ്ങളിലേക്ക് ഇറങ്ങിയ ഒരു സംഘം ആളുകൾ അവിടെ ഒരു കൃഷി രീതി ആരംഭിക്കുകയാണ്. ഈ കൃഷി രീതി ആദ്യകാലമായിട്ട് ഒരു ഈ യൂഫ്രട്ടീസിൻ്റെ ടൈഗ്രീസിൻ്റെ തടത്തിൽ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ആദ്യം ഒരു വിത്തിടും. വിത്ത് 1-2 വിളവിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ വിളവില്ല, കാരണം മണ്ണിൻ്റെ ഫലഭൂഷി നഷ്ടപ്പെടും. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഈ നദീൻ്റെ മേലോട്ട് കയറി പോകും. അങ്ങനെ ഇതിൻ്റെ സൈഡുകളിൽ അങ്ങനെ അങ്ങോട്ട് പോകും. അതോടുകൂടി എന്ത് സംഭവിക്കും, 2-3-4 വർഷം അങ്ങനെ മേപ്പോട്ട് പോയവർ അപ്പോഴത്തെ എക്കൽ മണ്ണ് വീണ്ടും വെള്ളപ്പൊക്കം നല്ലത് വീണ്ടും പുഷ്ടിപ്പെടുമ്പോൾ ഇവർ വീണ്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നാടോടി കൃഷി. പിന്നീട് ഇവർക്ക് മനസ്സിലായി ഈ മണ്ണിലേക്ക് ഈ കുതിരച്ചാണകം ഇവരെ കയ്യിൽ ആടും മാടുകളൊക്കെ വരുന്നുണ്ട്, മൃഗം വളർത്തൊക്കെ അപ്പോൾ തന്നെ ഇവർ സ്വായത്തമാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഇതിൽ ഉഴുതി മറിച്ച് നമുക്ക് ഇവിടെ തന്നെ. അങ്ങനെയാണ് ആദ്യം ഒരു സ്ഥിരതാമസം മാനവരാശി ഈ ഹോമോസോപ്പിൽ എത്തിപ്പെടുക. അത് ഏകദേശം 12,000 വർഷമായിട്ടുള്ളൂ. അതിന് ഈ ഭൂമി ഉണ്ടായിട്ട് 450 കോടിയിൽ 12 സെക്കൻഡുകളായിട്ടുള്ളൂ. അങ്ങനെ നാഗരികത ഉപയോഗിച്ചു തമ്മിൽ ആളുകൾക്ക് പിന്നെ ആശയങ്ങൾ കൈമാറാൻ വേണ്ടിയിട്ട് ഭാഷകൾ ഉരുത്തിരിഞ്ഞു വന്നു. അങ്ങനെ ഈ യൂണിഫോം ലിപി എന്ന് പറയുന്നത് 16 സ്വരങ്ങളും 6 വ്യഞ്ജനമൊക്കെ ഉള്ള ഒരു സാധനം ഒക്കെ രൂപപ്പെട്ട് അങ്ങനെ അവർ കൂടി കാര്യങ്ങൾ ചിന്തിക്കാൻ കൊണ്ട് എന്ത് ഇത് അതെന്ത് ഇതെന്ത് അങ്ങനെ ഇവരെന്ത് ചെയ്തു, ഈ നാഗരികത പുഷ്ടിപ്പെടുന്നതോട് കൂടി തന്നെ പ്രപഞ്ചത്തിനെ കുറിച്ചും ഇതൊക്കെ ആരോ നമ്മളെ മുകളിൽ ഇരുന്ന് കണ്ട് ദൈവങ്ങൾ ആണ്. അങ്ങനെ ഇവർ ഈ പ്രപഞ്ചഗോളങ്ങളൊക്കെ ദൈവ തുല്യമായി കാണുന്നു. പ്രപഞ്ച പ്രതിഭാസങ്ങളെ ഇവർ ദൈവ തുല്യമായി കാണുന്നു. അവർക്ക് ആരാധനയോടെ നോക്കിക്കാണുന്നു. ഈ അത് ഏകദേശം ഒരു 6000 വർഷം, അതായത് BCE 4000 കൂടി ഏതാണ്ട് പീക്ക് ലെവലിൽ വരികയാണ്. ഓ ശരി. അങ്ങനെ ഇതിനെ നേതൃത്വ മൂപ്പന്മാരൊക്കെ പിന്നെ ഇങ്ങനെ രാജ പദവിയും അങ്ങനെ രാജ വായിച്ച ഇതേ സമയത്ത് തന്നെ ഈജിപ്തിലേക്കും ഇതേപോലെ ഒരു വന്നിട്ടുണ്ടല്ലേ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിപ്പോ ഈ ഒരു ടോക്ക് ഉണ്ടല്ലോ, ഇത് നമുക്ക് തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്തതിൽ നമുക്ക് ഇതിന്റെ വിശദ കാര്യങ്ങൾ സംസാരിക്കാം. കാരണം ഇതിപ്പം നമ്മൾ സമയം കുറച്ചായല്ലോ. ഇനി നമുക്ക് എന്താ വെച്ചാൽ അടുത്ത കാര്യം അടുത്ത വീഡിയോയിൽ നമുക്ക് കൊടുക്കാം. ഇപ്പൊ നമുക്കിവിടെ നിർത്തിയാൽ തൽക്കാലം ഒരു ചായ കുടിക്കാം നമുക്ക്.